രാവിലെ തന്നെ പ്ലാവില വെട്ടാൻ വന്നാണ്. അപ്പൊ നമ്മള് പ്ലാവില വെട്ടുന്ന തോട്ടത്തിന്റെ അടുത്തായിട്ട് വഹാബിന്റെ ഒക്കെ ഒരു 1500 ഏക്കർ എസ്റ്റേറ്റ് ഉണ്ട്. അപ്പൊ അതിൽ തേയിലയും കാപ്പിയാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ അവിടെ ചെന്നാൽ നല്ല ഭംഗിയുള്ള സ്ഥലമുണ്ട്. അവരെ സ്റ്റേറ്റിന്റെ ഒക്കെ നടുക്കായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലമുണ്ട്. അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് വന്നതാണ്. അപ്പൊ ഞാനും അനിയനും കൂടെ പണിക്കാരോടെ ഇല വെട്ടുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഞാനും അനിയനും പെട്ടെന്ന് വന്നിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. നല്ല മഴ ഉണ്ട് ഇട്ടെന്ന്. അപ്പൊ ഇത് ആ കാണുന്നതൊക്കെ ഉണ്ടോ ഞങ്ങൾ കാണിച്ചു തരാൻ പറ്റിയ സ്ഥലങ്ങൾ നല്ല ഭംഗിയാണ് കാണാൻ. ഈ സമയത്ത് മഴക്കാലത്ത് വന്നാലാണ് നല്ല ഭംഗിയിൽ ഇത് കാണാൻ പറ്റുക. അത് അവിടെ കാണില്ല, അത് വഹാബിന്റെ ബംഗ്ലാവാണ് കേട്ടോ. അവരൊക്കെ വന്നു കഴിഞ്ഞാലൊക്കെ ഇവിടെ താമസിക്കുന്നത് ആ ബംഗ്ലാവിലാണ്. ഇപ്പോൾ ടൂറിസത്തിനൊക്കെ കൊടുത്തിട്ട് ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനോട് ചേർന്ന് തന്നെ അവരെ തോട്ടം ഇങ്ങനെ കാണാം. അപ്പൊ അവിടെ കണ്ടോ കുറച്ച് തൊഴിലാളികളൊക്കെ നിൽക്കുന്നുണ്ട്. തൊഴിലാളികളൊക്കെ ഈ തേയില പ്രൂൺ ചെയ്യാണ്. തേയില പ്രൂൺ ചെയ്തുകൊണ്ടാണ് നമുക്ക് കാണാൻ കുറച്ച് ഭംഗി കുറവ്. വലിയവരൊക്കെ നല്ല പച്ചപ്പായിരിക്കും കേട്ടോ. അതൊക്കെ അവർ പണിയെടുക്കുകയാണ്, തേയില പ്രൂൺ ചെയ്തുകൊണ്ടുള്ള പണിയെടുക്കുക. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ആട്ടോ കാണുന്നത്. ഫോറസ്റ്റിന്റെ ഇവരെ സ്ഥലം നിൽക്കുന്നതൊക്കെ ഫോറസ്റ്റിന്റെ ബൗണ്ടറിയിലാണ്. അപ്പൊ ആ കാണുന്നൊക്കെ ഫോറസ്റ്റ് ആണ്. പിന്നെ ഇതിങ്ങനെ താഴെ കാണാം അവരുടെ ഫാക്ടറി. അവരെ ഇവിടെ ഉത്പാദിപ്പിക്കുന്ന തേയിലയൊക്കെ പൊടിക്കുന്ന ഫാക്ടറിയാണ്. കുറെ വർഷം പഴക്കമുള്ള ഫാക്ടറി ആട്ടോ അത്. കണ്ടില്ല ഫാക്ടറി കണ്ടില്ല. അതിനോട് ഇങ്ങനെ ചേർന്ന് അവരെ തൊഴിലാളികൾ താമസിക്കുന്ന ഒരു പാടിയൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ചെന്നാൽ ഈ തേയിലന്റെ നടുക്ക് കൂടെ ഒരു വെള്ളച്ചാട്ടം വരുന്നുണ്ട്. അതാണ് ഏറ്റവും നല്ല ഭംഗി ഇവിടെ വന്നാൽ. ഇപ്പൊ ഈ സമയത്താണ് നല്ല വെള്ളം ഉണ്ടാവുക. വേനലാകുമ്പോഴത്തേക്ക് അത് വറ്റി തുടങ്ങും. നല്ലൊരു ഭംഗിയാണ്. ആ വെള്ളച്ചാട്ടം കണ്ടില്ലേ, ഒരു ചെറിയ വെള്ളച്ചാട്ടാണ്. അത് നേരെ ഒഴുകുന്ന വലിയൊരു തോടുണ്ട്, അതിലോട്ടാണ്. പിന്നെ അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഒക്കെ ഫോറസ്റ്റ് അതിനോട് ചേർന്നത്. അങ്ങോട്ട് നല്ല പച്ചപ്പുള്ള തേയില കാണാം കേട്ടോ. അവിടെ പ്രൂൺ ചെയ്യാത്ത തേയിലകളുണ്ട്. ആ എൻഡ് ഇവരെ എസ്റ്റേറ്റിന്റെ എൻഡ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആണ്. പിന്നെ അവിടെ കാണുന്ന തൊഴിലാളികളെ പാടികൾ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്നൊക്കെയാണ് അവര് രാവിലെ ഇത്രയും ദൂരം നടന്നിട്ടാണ് ആ കുന്നിലോട്ടൊക്കെ പണിക്ക് പോകുന്നത്. അപ്പൊ നല്ലൊരു ഭംഗിയാണ് കണ്ടത്. ഇപ്പൊ കുറച്ച് ലൈറ്റ് വെയിലും കൂടെ വരുന്നതുകൊണ്ട് നല്ല രസമുണ്ട് കാണാം. ഇപ്പൊ മഴ ഒന്ന് ചോർന്ന് ചെറുതായിട്ട് വെളിച്ചം വന്നിട്ടുണ്ട്. ഇത് നല്ല കാറ്റാട്ടോ. ചിലപ്പോൾ പറയുന്നൊന്നും ക്ലിയർ ആയി കേൾക്കൂല. നല്ല കാറ്റാണ്. ഇത് എന്റെ പുറകിലായിട്ട് ഈ സ്ഥലങ്ങളൊക്കെ ഉള്ളത് ഞങ്ങൾ അത്യാവശ്യം നല്ല ഹൈറ്റുള്ള സ്ഥലത്താണ്. ഇതിന്റെ മുകളിലോട്ടുണ്ട്, പക്ഷെ ഇവിടുന്ന് നല്ല വ്യൂ കിട്ടുന്നുണ്ട്. അപ്പൊ അവിടെ നിന്നിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെയുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീഡിയോ തന്നെ. പക്ഷെ പുറത്ത് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളെ ഒന്ന് കാണിക്കാനും നമ്മുടെ വയനാട്ടിന്റെ ഭംഗിയൊക്കെ ഒന്ന് കാണിച്ചു തരാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത് കേട്ടോ. ഇതാ എന്ത് സൂപ്പറാക്കിയാണ്. ഇപ്പൊ നല്ല തെളിച്ചം വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നല്ല ഭംഗി. ഇതാ മലയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ഇപ്പൊ കോടയൊക്കെ ഒന്ന് പോയി, ഒരു ഗ്യാപ്പ് ഇട്ട് മഴ പെയ്യുന്നുണ്ട്. ഇപ്പൊ കോടയൊക്കെ പോയി. അതാ മലയെ കണ്ടില്ല, കോടയൊക്കെ ഇങ്ങനെ നീങ്ങി വരുന്നതാണ്. എന്താ ഭംഗി. ഞങ്ങളിപ്പോ ഈ മോൾ ഭാഗത്താണ് ഉള്ളത്. ഇനി നമുക്ക് താഴെ പോയിട്ട് ആ കാണുന്ന വെള്ളച്ചാട്ടത്തിന് അടുത്ത് പോയിട്ട് അത് അടുത്തുനിന്ന് കാണിച്ചു തരാം. ഈ കാണുന്നതാട്ടോ നമ്മൾ മോളിലുള്ള വെള്ളച്ചാട്ടം. അപ്പൊ അതിന്റെ അടുത്തെത്തിണ്ട്. നമ്മൾ നേരത്തെ നിന്നത് അത് അത്രയും മുകളിലാട്ടോ. അവിടെ ആ അത്രയും ഹൈറ്റിലാണ് ഇപ്പൊ ഞാനും അങ്ങനെ നടന്ന് താഴെ എത്തിയത്. കുറെ ദൂരം നടക്കാനുണ്ട്. ഞങ്ങൾ ഗുഡ്സൊക്കെ വെച്ചിട്ട് അതിൽ പ്ലാവിലൊക്കെ കയറ്റിയിട്ടുണ്ടാവും. അപ്പൊ ഇനി അങ്ങോട്ട് കുറെ ദൂരം നടക്കാനൊക്കെ ഉണ്ട്. അപ്പൊ ഇതും കൂടെ നിങ്ങളെ കാണിച്ചിട്ട് നിർത്താൻ വെച്ചിട്ടാണ്. നല്ല സൂപ്പർ വെള്ളം. അപ്പൊ ഞാൻ എന്തായാലും കുറെ നടന്നു പോകണ്ട, അങ്ങോട്ട് പോവാ.